ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സഹായകമാകുന്ന PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 200ഓളം ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തേത്, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ആരവല്ലിയാണ്. ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ്. ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തിൻ്റെ പേര്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത് വൃഷ്ടിപ്രദേശം എന്നാണ് കേട്ടോ. വൃഷ്ടിപ്രദേശം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി നദിയാണ്. രവി നദീതീരം. ഇന്ത്യയിലെ ഉഷ്ണക്കാലം ഏത്? ഇന്ത്യയിലെ ഉഷ്ണക്കാലം മാർച്ച് മുതൽ മെയ് വരെയുള്ളതാണ്. മാർച്ച് ടു മെയ് ആണ് ഇന്ത്യയിലെ ഉഷ്ണക്കാലം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് സംസ്ഥാനത്താണ്. തമിഴ്നാട്ടിലാണ് പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം. ഓപ്ഷൻ എ മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളം. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഓപ്ഷൻ സി കുണ്ടറയാണ്. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഏതാണ്? കൈത്തറിയുമായി ബന്ധപ്പെട്ടവയാണ് തനിമ, കൃതിക എന്നീ പദ്ധതികൾ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നീണ്ടകരയാണ്. നീണ്ടകര. അടുത്ത ചോദ്യം, അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. 1857 കലാപം അറിയപ്പെടുന്നത്. 1857 കലാപം അറിയപ്പെടുന്നത് ശിപ്പായി ലഹള എന്നാണ്. ശിപ്പായി ലഹള. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാരാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. നീൽ ദർപ്പൺ രചിച്ചതാര്? നീൽ ദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്ര.
ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി KR നാരായണനാണ്. KR നാരായണൻ. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാഗം 3 പാർട്ട് 3 മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. അസ്പൃശ്യത അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 17 17 അനുച്ഛേദം 17 അൺടച്ചബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏത് അനുച്ഛേദപ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? അത് ആർട്ടിക്കിൾ 352 പ്രകാരമാണ്. ആർട്ടിക്കിൾ 352. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്ക് തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടതും രാഷ്ട്രപതിക്കാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു എന്ത് സ്ഥാപനമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണോദ്യോഗസ്ഥൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്. കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം? കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ, ഇടുക്കി ജില്ലയിലെ ചിന്നാർ. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണ്. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ്മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഏതാണ്? അത് ഡാറാസ്മെയിലാണ്, ആലപ്പുഴ ജില്ലയിലാണ്. സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? AD 1859. AD 1859 ഡാറാസ്മെയിൽ സ്ഥാപിതമാകുന്നത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം? ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. മണിയാർ. അടുത്ത ചോദ്യം, ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെയാണ്? ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് സിംഗപ്പൂരാണ്. ഓപ്ഷൻ സി സിംഗപ്പൂർ.
പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, ചൈന. ഇന്ത്യ, ചൈന. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ്. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏതൊക്കെ? ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ്. ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 29, 30 എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. നിയമത്തിൻ്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. നിയമത്തിൻ്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 21-ാം അനുച്ഛേദം. 21-ാം അനുച്ഛേദം. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാണ്? മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32-ാം അനുച്ഛേദമാണ്. 32-ാം അനുച്ഛേദം. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് 2008-ലാണ്. താമരയുടെ ശാസ്ത്രീയ നാമം എന്ത്? താമരയുടെ ശാസ്ത്രീയ നാമം നെലെംബോ ന്യൂസിഫെറ എന്നാണ്. നെലെംബോ ന്യൂസിഫെറ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ദേശീയ പട്ടികജാതി കമ്മീഷനിലുള്ളത്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ്? മലനാടാണ്. മലനാട്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ടു കായലുമായി ബന്ധിപ്പിക്കുന്നത്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ടു കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്. പൊന്നാനി കനാൽ. അടുത്ത ചോദ്യം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ മാംഗോ ഷവർ എന്നാണ് അറിയപ്പെടുന്നത്. മാംഗോ ഷവർ. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5-നാണ്. ഡിസംബർ 5-ആണ് ലോക മണ്ണ് ദിനം. കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേര്? കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ. KSEB സ്ഥാപിതമായ വർഷം? KSEB സ്ഥാപിതമായത് 1957 മാർച്ച് 31-നാണ്. KSEB സ്ഥാപിതമായത് 1957 മാർച്ച് 31-നാണ്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം ഏതാണ്? ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജമാണ് കാറ്റ്. കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം? കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? മിതവാദിയാണ് കേട്ടോ. മിതവാദി. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദി. 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്?
1913 പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് KP കറുപ്പനാണ്. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികൾ. സിസ്റ്റേഴ്സ് ഓഫ് കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസി സഭ സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകനും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആര്? തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് പണ്ഡിറ്റ് KP കറുപ്പനാണ്. തിരുനാൾ കുമ്മി. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആര്? മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് IK കുമാരൻ മാസ്റ്റർ ആണ്. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവർ പഴശ്ശി കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത്? ഓപ്ഷൻ എ അയ്യങ്കാളി. അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത്. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം, അതാണ് 90-ാം ആണ്ട് ലഹള. 90-ാം ആണ്ട് ലഹള. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. പേരാൽ. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ഏതാണ്ട് 11 മുതൽ 18 തവണ വരെ. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ്. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ എത്രയാണ്? മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ 43 ജോഡികളാണ്. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം? മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം ആണ്. യൂറോക്രോം. പേശീകമ്ലത്തിന് കാരണമാകുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതാണ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ ഏതാണ്? അയഡിൻ അടങ്ങിയ ഹോർമോണാണ് തൈറോക്സിൻ. വിറ്റാമിനുകളുടെ ലയത്വമനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? അവയെ 2ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. വിറ്റാമിനുകളുടെ ലയത്വമനുസരിച്ച് അവയെ 2ആയിട്ടാണ് തിരിച്ചത്. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. സ്നേഹപൂർവം. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലം ഏതാണ്? 3ാമത് പോഷണ തലമാണ് കേട്ടോ. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലം 3ആണ്. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? കരളാണ് കേട്ടോ. കരൾ. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം കരൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് D ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ്? സംക്രമണ മൂലകങ്ങളുടെ ആദ്യ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് 3D ഓർബിറ്റലിലാണ്. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്? സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രിക് ഫാൻ. ഇലക്ട്രിക് ഫാൻ.
ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയുടെ പേര്. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവാങ്കണം എന്ത് സംഭവിക്കും? ഐസിൽ കറിയുപ്പ് ചേർക്കുമ്പോൾ ദ്രവാങ്കണം കുറയുന്നു. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവാങ്കണം കുറയുന്നു. സ്പ്രിങ് ത്രാസിൻ്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം ഏതാണ്? സ്പ്രിങ് ത്രാസിനു പിന്നിലെ അടിസ്ഥാന നിയമം വരുന്നത് ഹൂക്സ് നിയമമാണ്. ഹൂക്സ് നിയമം. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണ്? ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? അത് മെർക്കുറിക് ഓക്സൈഡാണ്. മെർക്കുറിക് ഓക്സൈഡിനെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്. അടുത്ത ചോദ്യം, അയ്യങ്കാളി ജനിച്ച ദിവസം. അയ്യങ്കാളി ജനിച്ച ദിവസം 1863 ഓഗസ്റ്റ് 28 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയതാര്? അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവിയാണ്. ആർ പാർവതി ദേവി. ആഗമാനന്ദ അന്തരിച്ച വർഷമേതാണ്? ആഗമാനന്ദ അന്തരിച്ചത് 1961 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാ ഗാന്ധി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? വൈകുണ്ഠ സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? അതാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണമെന്താണ്? ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. കുണ്ടറ വിളംബരം നടന്നതെന്ന്. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്ന്. 1859 ജൂലൈ 26. 1859 ജൂലൈ 26. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങൾ 32 എണ്ണമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശമാണ്. ശ്വാസകോശം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല്ല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ്. സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. മയോളജി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇവിടെ ചേർത്തിട്ടുള്ളവയിൽ ബയോട്ടിനെയാണ് വൈറ്റമിൻ എച്ച് എന്ന് പറയുന്നത്. ബയോട്ടിൻ. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്നാണ്? സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് 2015 ഓഗസ്റ്റ് 25. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം DDT ആണ്. DDT. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. തോറിയത്തിൻ്റെ അയിര് ഏതാണ്? തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. മാസ് നമ്പർ 2 ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം.
അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിന്റെ പേര്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മാവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ജൂൾ. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? അതാണ് വോയേജർ 1. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖയാണ് 82°30' പൂർവ്വ രേഖാംശം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മുന്നിലാണ്. അടുത്ത ചോദ്യം. സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിൻ്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സംസ്ഥാനം. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിൻ്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനമാണ് GV രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ്? കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയാണ് കാസർഗോഡ്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. 2011-20 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലിക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി ആരാണ്? അത് വിരാട് കോഹ്ലിയാണ്. കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി ആരാണ്? കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മേധാവി കനിമൊഴി കരുണാനിധിയാണ്. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരയാണ് വിന്ധ്യാപർവ്വതം. അടുത്തത്, ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഏറ്റവും വലിയ നദീതടമുള്ളത് ഗംഗാ നദിക്കാണ്. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ്? സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1958-ലാണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷൻ്റെ കീഴിലാണ്? അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷൻ്റെ കീഴിലാണ്? അത് ഗോവയുടെ കീഴിലാണ്. ഗോവ പോസ്റ്റൽ ഡിവിഷൻ്റെ കീഴിലാണ്. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്നറിയപ്പെട്ടത്? അത് ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. അടുത്ത ചോദ്യം. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളയല്ലാത്തത് ബാർലിയാണ്. ബാർലി ഒരു റാബി വിളയാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ.
മസുലിപട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? മസുലിപട്ടണം ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിക്കപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവമാണ് 1857 വിപ്ലവം. 1857 വിപ്ലവം. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി സർദാർ വല്ലഭായി പട്ടേൽ. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചതാരാണ്? പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. അടുത്ത ചോദ്യം, തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചതാര്? തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലൻ. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? MT വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാരാണ്? കുറിച്യരും കുറുമ്പരുമാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? മനുഷ്യരുടെ വായിൽ 8 ഉളിപ്പല്ലുകളാണ് ഉള്ളത്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥരം ഏതാണ്? ഓപ്ഷൻ സി പ്ലൂറയാണ്. പ്ലൂറയാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥരം. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രത്തിന് പിന്നിലായി താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്? കാൽമുട്ടിലെ അസ്ഥിയാണ് പാറ്റെല്ല. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത്? കരളിൽ വെച്ചാണ്. ഓപ്ഷൻ ബി കരൾ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ഓപ്ഷൻ സി ജീവകം ഡി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. അനുയാത്ര. ചുവടെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് നൈട്രജനാണ്. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ. കേണൽ ലീഗർ. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്? കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികൾ. കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ? ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് വാരൻ ഹേസ്റ്റിങ്സ്. ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവും രാജാറാം മോഹൻ റോയ് ആണ്.
ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലിക അവകാശങ്ങളെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏതാണ്? ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമാണ്? 1858. 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? നീലം കലാപം ബംഗാളിലാണ്. ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതായിരുന്നു? ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തുന്നതിന് മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമേതാണ്? സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ. അടുത്തത്, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ചുവടെ തന്നിരിക്കുന്നവയിൽ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കരയിലാണ്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നെടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് അറബി ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കാൽ ബൈശാഖി എന്നത് കാറ്റാണ്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്നത് സിങ്കിന്റെ അയിരാണ്. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? അത് ഓക്സിജൻ ആണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങളും തന്നെ PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള നമ്മുടെ 10th ലെവൽ പ്രിലിമിനറിക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി ശരിയായ ഉത്തരം എഴുതിയെടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും കൃത്യമായി ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.